ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്രൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വൈറൽ മത്തി എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും വൈറലാക്കി ഇപ്പോൾ വൈറലൊക്കെ തീർന്ന് ഇവിടെ വയറും പൊട്ടിക്കിടക്കുന്ന മത്തിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ മത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അയാൾ തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കൊരു പാനിൽ നമ്മൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഒരു പാനിൽ കുറച്ച് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഒരു 3 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആദ്യം ഞാൻ 1 സ്പൂണ് ആദ്യം ഇട്ടത് നല്ല എരിവുള്ള മുളക് പൊടിയും ബാക്കി ഇപ്പോൾ രണ്ട് സ്പൂൺ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പൂസ് തന്നെ കഴിക്കാവുന്ന പറ്റുന്നതുകൊണ്ട് നമ്മൾ അധികം എരിവില്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി. അതൊരു ടീസ്പൂണിലാണ് കേട്ടോ ഞാൻ എല്ലാം എടുക്കാറ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് റെഡിയായ ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അത് അടിയിൽ പിടിച്ച് കരിയാതെ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച മണം ഒന്ന് ഇങ്ങനെ മാറി നല്ലൊരു മൂത്ത മണം വരും കേട്ടോ. നല്ല മണം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇതാവുമ്പോൾ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളുത്തുള്ളിയും കുഞ്ഞുള്ളി, ആദ്യം ഞാൻ കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് ഇട്ട് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. എനിക്ക് ഈ കുഞ്ഞ് സ്പൂണാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ യൂസ് ചെയ്യുന്നത്. വലിയ സ്പൂണ് എനിക്ക് എന്തോ പിടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇതാകുമ്പോൾ ഈസി ആയതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യാറ്. അടുത്തതായി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എൻ്റെ എന്തോ വീഡിയോ എടുത്തപ്പോൾ എന്തോ ലൈറ്റിന് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇതുപോലെ അല്ലേ. അത് സാരില്ല. അതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ മത്തി അഥവാ ചാള എന്ന് വിളിക്കുന്ന ആൾ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒന്നൊന്നായിട്ട് അടുക്കി പറക്കി വെച്ച് കൊടുക്കാം. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വെക്കാമേ. എല്ലാവരെയും ഒന്നിൽ തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റാണ് നമ്മുടെ ഈ കറിയുടെ മെയിൻ ആളാണ് പുളിവെള്ളം. ഞാനൊരു കുറച്ചൊരു നാരങ്ങ വലുപ്പമൊന്നുമില്ല, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെച്ച ശേഷം നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കറി കേട്ടോ. മത്തി വൈറൽ മത്തി എന്നൊക്കെയല്ലേ പറയുക അതിൻ്റെ പേര്. പക്ഷെ പണ്ട് തൊട്ടേ ഇതൊക്കെ ഫേമസ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്തി കറി ഉണ്ടാക്കിയ ശേഷം അതെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നല്ലൊരു പുളിപ്പൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമേ. കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ 1-2 പൊട്ടിയിട്ടുണ്ടായിരുന്നേ തിരിച്ച് മറിച്ചിട്ടപ്പോൾ. കാരണം പുളിവെള്ളമൊക്കെ അല്ലേ, അപ്പം നന്നായിട്ട് സെറ്റായിട്ട് വരുമായിരുന്നു. നല്ല രസത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. മണമൊക്കെ നല്ല അടിപൊളി മണമായിരുന്നു. അങ്ങനെ നമ്മുടെ വൈറൽ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനായിരിക്കുമല്ലോ ലാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും അടിപൊളി ഒരു ചിക്കൻ കറിയും വൈറൽ മത്തിയും ചോറും പപ്പടമായിട്ട് ഞാനിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.